ഈ റിജക്ഷൻസിനൊക്കെ എങ്ങനെ ആ ഒരു മെന്റൽ സ്റ്റാറ്റസ് ഉണ്ടല്ലോ, അപ്പൊ അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു? എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്ന് ചോദിച്ചാൽ, റിജക്ഷൻ വരുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എല്ലാവരുടെയും എനിക്കൊന്നു എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പഠിക്കുക, ജോലി മേടിക്കുക, പേരൻസിനെ പ്രൗഡാക്കുക, പിന്നെ നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും തന്നെ ആഗ്രഹം. അതേ ആഗ്രഹം തന്നെയായിരുന്നു എനിക്കും. പക്ഷെ അത് ഒരു പരിധി കഴിഞ്ഞിട്ടും കിട്ടുന്നില്ല. എൻ്റെ കൂടെയുള്ളവരെല്ലാവരും, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും നല്ലൊരു നിലയിലേക്ക് എത്തി. എനിക്ക് മാത്രം ഒന്നും ഒരിടത്തേക്ക് എത്താൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വന്നത് ശരിക്കും എന്നെ ഡൗൺ ആക്കി. ശരിക്കും ഡൗൺ ആക്കി. അത് എന്നെപ്പോലൊരാളും കൂടെ ആകുമ്പോൾ എനിക്കത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഫാമിലി ആയിരുന്നു. അത് എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എല്ലാ കാര്യത്തിലും. അപ്പോൾ ഞാൻ ആ വീട്ടിലിരുന്ന ആ ഒരു സമയത്ത്, ഞാൻ ജോലി ഇല്ലാതിരുന്നിരുന്ന സമയത്ത് എൻ്റെ ആ ഒരു കലാവാസന എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരവും ആ ഒരു മാനസികമായ ഒരു സപ്പോർട്ട് തന്നത് ശരിക്കും എൻ്റെ ഫാമിലി തന്നെയാണ്. എല്ലാത്തിലും ഒരു ഏറ്റവും എടുത്ത് പറയേണ്ടത് എൻ്റെ ലൈഫ് പാർട്ണർ തന്നെയാണ്. അദ്ദേഹമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നേക്കുന്നത്. എനിക്ക് ഒരു തരത്തിലുള്ള ആ ഒരു ടെൻഷനോ സ്ട്രെസ്സോ അങ്ങനത്തെ ഒന്നും എനിക്ക് തന്നിട്ടേ ഇല്ല. ഞാൻ എന്താണോ ആ രീതിയിൽ എന്നെ അക്സെപ്റ്റ് ചെയ്ത് എന്നെ ആ രീതിയിൽ എന്നെ രൂപപ്പെടാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ലൈഫ് പാർട്ണറാണ്. ആ ഒരു സ്റ്റേജ് എന്നെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തേക്കുന്ന അദ്ദേഹത്തിൻ്റെ മെൻ്റൽ സപ്പോർട്ട് തന്നെയാണ്.